ഡൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴക്കാലത്തും കുടിവെള്ളമില്ലാതെ കുന്നംകുളം. വാട്ടർ അതോറിറ്റിക്കെതിരെ കുത്തിയിരിപ്പ് സമരവുമായി വൈസ് ചെയർമാൻ. പെരുന്തിരുത്തിയിൽ തെങ്ങ് വീണ് വീടും ഓട്ടോയും തകർന്നു. ആശാ വർക്കറായ യുവതിയുടെ മാല പൊട്ടിച്ച യുവാവ് അറസ്റ്റിലായി. ചൊവ്വന്നൂർ BRCയുടെ മലയാള തിളക്കം എന്ന പദ്ധതിക്ക് ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂളിൽ തുടക്കമായി. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് രക്തസമ്മർദ്ദത്തിനുള്ള ഉപകരണങ്ങൾ നൽകി ഷെയർ ആൻഡ് കെയർ മാതൃകയായി. മാതൃകയാകാതെ കുന്നംകുളത്തെ മാതൃകാ കോടതി. ടോയ്ലറ്റുകളും പരിസരവും വൃത്തിഹീനം. വാർത്തകൾ വിശദമായി. മഴക്കാലത്തും കുടിവെള്ളമില്ലാതെ കുന്നംകുളം. വാട്ടർ അതോറിറ്റിക്കെതിരെ കുത്തിയിരിപ്പ് സമരവുമായി വൈസ് ചെയർമാൻ. കുടിവെള്ളത്തിന് യാതൊരു സംവിധാനവുമില്ലാത്ത കുന്നംകുളം നഗരസഭയിലെ 2ാം വാർഡ് കിഴൂർ പ്രദേശത്തെ 70 വീടുകൾക്ക് മഴക്കാലത്തും പൈപ്പ് വഴി കുടിവെള്ളം വിതരണം ചെയ്യാത്ത വാട്ടർ അതോറിറ്റി അധികൃതരുടെ ക്രൂരതയ്ക്കെതിരെ നഗരസഭാ വൈസ് ചെയർമാൻ PM സുരേഷ് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇന്ന് രാവിലെ വാട്ടർ അതോറിറ്റി ഓഫീസ് തുറന്ന ഉടനെ ആരംഭിച്ച സമരം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ സാന്നിധ്യത്തിൽ AEO HJ നീലിമയുമായി ഫോണിലൂടെ നടത്തിയ ചർച്ചയിൽ ഒത്തുതീർന്നു. 2 ദിവസം കൂടുമ്പോൾ കുടിവെള്ളം വിതരണം ചെയ്യുമെന്ന ഓവർസിയർ അനുവിന്റെ ഉറപ്പിലാണ് കുത്തിയിരിപ്പ് സമരം അവസാനിച്ചത്. കിഴൂർ 2ാം വാർഡിലെ ഫ്രണ്ട്സ്, വേളാങ്കണ്ണി, രാജധാനി റോഡുകളിൽ താമസിക്കുന്ന 70 വീടുകൾക്കാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നത്. കുടിവെള്ളത്തിന് മറ്റ് സംവിധാനങ്ങളില്ലാത്ത ഈ കുടുംബങ്ങൾ 9 ദിവസമായി കുടിവെള്ളം ലഭ്യമായിരുന്നില്ല. കടുത്ത വേനലിൽ പോലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ പൈപ്പ് വഴി വെള്ളം ലഭിച്ചിരുന്ന ഇവർക്കാണ് മഴക്കാലത്ത് വാട്ടർ അതോറിറ്റി കുടിവെള്ളം നിഷേധിച്ചത്. ചിറളയം പമ്പ് ഹൌസിൽ നിന്നാണ് ഇവർക്ക് കുടിവെള്ളം ലഭിച്ചിരുന്നത്. പമ്പ് ഹൌസിൽ നിന്നും പോളിടെക്നിക് കോളേജ് പരിസരത്ത് നഗരസഭ നിർമ്മിച്ചു നൽകിയ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്താണ് കുടിവെള്ള വിതരണം ചെയ്യുന്നത്. ഇതിനാവശ്യമായ വൈദ്യുതി കണക്ഷനും മറ്റ് അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളും അജയ്കുമാർ MP ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തു തീർത്തത്. കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതോടെ ജനങ്ങൾ വൈസ് ചെയർമാനെ സമീപിച്ചു. വൈസ് ചെയർമാൻ വാട്ടർ അതോറിറ്റി അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് ഇന്ന് രാവിലെ 10-ന് വൈസ് ചെയർമാൻ വാട്ടർ അതോറിറ്റി ഓഫീസിനകത്ത് കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. ഒരേ സമയത്ത് ഓവർസിയറും ഹെഡ് ക്ലർക്കും മാത്രമാണ് ഓഫീസിലുണ്ടായിരുന്നത്. മറ്റു ജീവനക്കാരുടെ കസേരകൾ ഒഴിഞ്ഞും കിടക്കുകയായിരുന്നു. വൈസ് ചെയർമാന്റെ കുത്തിയിരിപ്പ് സമരം അറിഞ്ഞാണ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യനും കൌൺസിലർ KA അസീസും ഓഫീസിലെത്തിയത്. ചിറളയം പമ്പ് ഹൌസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറിന്റെ തകരാറാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ ന്യായീകരണം. തകരാർ ഉടൻ പരിഹരിക്കുമെന്നും അവർ വ്യക്തമാക്കി. പെരുന്തിരുത്തിയിൽ തെങ്ങ് വീണ് വീടും ഓട്ടോയും തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് ഓടിട്ട പഴയ ഇരുനില വീടും എയ്സ് ഓട്ടോറിക്ഷയും തകർന്നു. പെരുന്തിരുത്തി പടിഞ്ഞാറ്റുമുറി പാണങ്കാട്ട് കുഞ്ഞുമോൻ മകൻ പ്രതീഷിന്റെ വീടും ഓട്ടോറിക്ഷയുമാണ് തകർന്നത്. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ശക്തമായ കാറ്റ് വീശിയത്. ശബ്ദം കേട്ട വീട്ടുകാർ പുറത്തേക്കോടി രക്ഷപ്പെട്ടു. ആശാ വർക്കറായ യുവതിയുടെ മാല പൊട്ടിച്ച യുവാവ് അറസ്റ്റിലായി. മുൻ വൈരാഗ്യം വെച്ച് ആശാ വർക്കറായ യുവതിയുടെ 3 പവന്റെ മാല പൊട്ടിച്ചെടുത്തുവെന്ന പരാതിയിൽ യുവാവ് അറസ്റ്റിലായി. അഞ്ഞൂർ ചെറായി വീട്ടിൽ വിക്രമനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആശാ വർക്കറായ കരിക്കാട് വില്ലന്നൂർ വലിയവളപ്പിൽ സുരേന്ദ്രന്റെ ഭാര്യ സുജിതയുടെ മാലയാണ് പെരുമ്പ്ലാവ് അറക്കലിൽ കഴിഞ്ഞ ദിവസം രാവിലെ 11-ന് പൊട്ടിച്ചെടുത്തത്. യുവതിയുടെ പരാതിയിൽ ഇന്നാണ് പോലീസ് വിക്രമനെ അറസ്റ്റ് ചെയ്തത്. ചൊവ്വന്നൂർ BRCയുടെ മലയാള തിളക്കം എന്ന പദ്ധതിക്ക് ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂളിൽ തുടക്കമായി. സർവശിക്ഷ അഭിയാൻ ചൊവ്വന്നൂർ BRCയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ മലയാള തിളക്കം പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സീതാ രവീന്ദ്രൻ ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ച് നടത്തി. ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ സന്നിഹിതനായിരുന്നു. PTA പ്രസിഡന്റ് ശ്രീ ജനാർദ്ദനൻ കോതച്ചിറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാന അധ്യാപിക സിസ്റ്റർ ധന്യ സ്വാഗതവും ഡയറ്റ് ഫാക്കൽറ്റി മുകുന്ദൻ P പദ്ധതി വിശദീകരണവും നടത്തി. ചൊവ്വന്നൂർ BPO ജോൺ B പുലിക്കോട്ടിൽ വിവിധ സ്ഥലങ്ങളിലെ BPOമാർ, ട്രെയിനർമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Rojapak Manufacturing Office, NVKM and Sons, Dindigul. Stone Distributor, Roja Agencies, Kunnamkulam. Phone 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് രക്തസമ്മർദ്ദത്തിനുള്ള ഉപകരണങ്ങൾ നൽകി ഷെയർ ആൻഡ് കെയർ മാതൃകയായി. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 10 രക്തസമ്മർദ്ദ പരിശോധന ഉപകരണങ്ങൾ നൽകി. സൊസൈറ്റി അംഗം പനങ്ങാട്ട് അയ്യപ്പവിൽ നിന്നും ആശുപത്രി ഉപകരണങ്ങൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ്പോൾ ഏറ്റുവാങ്ങി. ലബീബ് ഹസൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബ ഗംഗാധരൻ, M. ബിജുപാൽ, സക്കറിയ ചീരൻ, P. സൈഫുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. മാതൃകയാകാതെ കുന്നംകുളത്തെ മാതൃകാ കോടതി, ടോയ്ലറ്റുകളും പരിസരവും വൃത്തിഹീനം. ജില്ലയിലെ മാതൃകാ കോടതിയായ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കെട്ടിടവും പരിസരവും ടോയ്ലറ്റും വൃത്തിഹീനമായി കിടക്കുന്നത് കോടതിയിലെത്തുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ആക്ഷേപമുയരുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് കുന്നംകുളം കോടതി കെട്ടിടം നവീകരിച്ച് മാതൃകാ കോടതിയായി ഉയർത്തിയത്. മനോഹരമായി ഡിസൈൻ ചെയ്ത് കെട്ടി ഉയർത്തിയ കെട്ടിട സമുച്ചയത്തിന്റെ പല ഭാഗങ്ങളും മാറാല കെട്ടിയ അവസ്ഥയിലാണ്. കോടതി മുറ്റത്ത് ചപ്പും ചവറും പരന്നു കിടക്കുകയാണ്. കോടതി കെട്ടിടത്തിന്റെ അരികുവശത്തെ ഒഴിഞ്ഞ ഭാഗത്ത് മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നു. താഴത്തെ ചവിട്ടുപടികൾ ഇറങ്ങി നിർമ്മിച്ചിട്ടുള്ള ടോയ്ലറ്റുകൾ വൃത്തിഹീനമായ നിലയിലാണ്. 3 ടോയ്ലറ്റുകൾ ചെളി നിറഞ്ഞ കിടപ്പാണ്. കരിങ്കല്ലുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ടോയ്ലറ്റിൽ കിടക്കുന്നു. ടോയ്ലറ്റ് നിർമ്മിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന്റെ യാതൊരു ലക്ഷണവും കാണാനില്ല. കോടതിയിൽ എത്തുന്നവരാണ് പുറമേയുള്ള ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നത്. ടോയ്ലറ്റിന് പിറകിലെ കോടതിയുടെ സ്ഥലം കാട് പിടിച്ചു കിടക്കുകയാണ്. കൊതുകുളർത്തൽ കേന്ദ്രമെന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് ഈ സ്ഥലത്തിന്റെ കിടപ്പ്. പഴകിയ മരത്തടികളടക്കം ഈ ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 സർക്കാർ സ്ഥാപനങ്ങളായ മിനി സിവിൽ സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, PWD ഓഫീസ് എന്നിവയ്ക്ക് സമീപമാണ് കുന്നംകുളം മാതൃകാ കോടതി സ്ഥിതി ചെയ്യുന്നത്. കോടതിയോട് ചേർന്നുള്ള കുടുംബ കോടതി കെട്ടിടം മാറാല കെട്ടിക്കിടപ്പാണ്. കോടതിയിൽ വൈദ്യുതി പോയാൽ ഇൻവെർട്ടർ സംവിധാനം ഉണ്ടെങ്കിലും ബാറ്ററിയിൽ വെള്ളമൊഴിക്കാത്ത കാരണം പ്രവർത്തനരഹിതമാണ്. കോടതിയെ മാതൃകാ കോടതിയായി നിലനിർത്താൻ കൂട്ടായ ശ്രമങ്ങൾ അനിവാര്യമാണ്. വിപണി അടയ്ക്ക പുതിയത് 4300 രൂപ മുതൽ 4570 രൂപ വരെ. രണ്ടാം തരം 3000 രൂപ മുതൽ 3650 രൂപ വരെ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാലത്തും കുടിവെള്ളമില്ലാതെ കുന്നംകുളം. വാട്ടർ അതോറിറ്റിക്കെതിരെ കുത്തിയിരിപ്പ് സമരവുമായി വൈസ് ചെയർമാൻ. പെരുന്തിരുത്തിയിൽ തെങ്ങ് വീണ് വീടും ഓട്ടോയും തകർന്നു. ആശാ വർക്കറായ യുവതിയുടെ മാല പൊട്ടിച്ച യുവാവ് അറസ്റ്റിലായി. ചൊവ്വന്നൂർ BRCയുടെ മലയാള തിളക്കം എന്ന പദ്ധതിക്ക് ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂളിൽ തുടക്കമായി. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് രക്തസമ്മർദ്ദത്തിനുള്ള ഉപകരണങ്ങൾ നൽകി ഷെയർ ആൻഡ് കെയർ മാതൃകയായി. മാതൃകയാകാതെ കുന്നംകുളത്തെ മാതൃകാ കോടതി. ടോയ്ലറ്റുകളും പരിസരവും വൃത്തിഹീനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.